ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. അക്ബറും മന്ത്രിയായ ബീർബലും ചേർന്ന് ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര നടത്തുകയാണ്. എവിടെ ഒരു ഉത്സവമുണ്ട്. വല്ലാതെ ദുർഘടമായ യാത്ര, തളർന്നു. അപ്പോൾ അക്ബർ ചോദിക്കുന്നു, ബീർബലെ, ഈ യാത്രയുടെ ദൂരം ഒന്ന് വെട്ടിച്ചുരുക്കാൻ തനിക്ക് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ദൂരം വെട്ടിച്ചുരുക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. കഥയെന്ന് പറഞ്ഞാൽ ഏതൊരാളെയും വല്ലാതെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭാഷയിൽ, ശൈലിയിൽ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് നീളം കഥ പറഞ്ഞ് ദൂരം അങ്ങ് വെട്ടിച്ചുരുക്കി. കുറേ നേരം കഴിഞ്ഞ് നിശ്ചിത സ്ഥലത്തെത്തിയിട്ടും രാജാവിന് ഇത്ര നടന്ന കാര്യം ഓർമ്മയിൽ വന്നില്ലത്രേ. അങ്ങനെ കഥയിലൂടെ ദൂരം വെട്ടി ചുരുക്കാനാവുമെന്ന് ബീർബൽ കാണിച്ചു കൊടുത്തു. കഥ എപ്പോഴും അങ്ങനെയാണ്. ദൂരം വെട്ടിച്ചുരുക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെ വഴി കാട്ടിത്തരുന്നു, വഴി തെളിക്കുന്നു, വഴി ഒരുക്കുന്നു. കഥകളിലൂടെ വഴികളുണ്ടാകുന്നു. കഥ തന്നെ ഒരു വഴിയായി മാറുന്നു. എൻ്റെ കയ്യിൽ P.I. ശങ്കരനാരായണൻ സമാഹരിച്ചിട്ടുള്ള ബീർബൽ കഥകളുടെ സമാഹാരം. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിമാരിൽ ഒരാളായിരുന്നെന്ന് ചരിത്രം പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ നവരത്നങ്ങൾ എന്ന പേരിൽ 9 മന്ത്രിമാർ അക്ബർ ദ ഗ്രേറ്റിന് ഉണ്ടായിരുന്നത്രേ. അതിൽ അക്ബറിന് ഏറ്റവും ഉറ്റത്തോഴനായി മാറിയത് ബീർബൽ. ബീർബലിനെ കണ്ടെത്തുന്നത് ഒരു വനാന്തരത്തിൽ വെച്ചാണ്. നായാട്ടിന് പോയ രാജാവിന് വഴിതെറ്റി. എവിടെയൊക്കെ അലഞ്ഞിട്ടും വീണ്ടും വീണ്ടും തുടങ്ങിയിടത്ത് തന്നെ എത്തിച്ചേരുന്നു. വഴിയിൽ കണ്ട ബാലനോട് ചോദിച്ചു, ആഗ്രയിലേക്ക് പോകുന്ന വഴി ഏതാണ്? ചക്രവർത്തി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വഴിയും ആഗ്രയിലേക്കൊന്നും പോകുന്നില്ല. ആഗ്രയിലേക്ക് പോകുന്ന ഒരു വഴിയുമില്ല. വഴികളൊന്നും യാത്ര ചെയ്യാറില്ലല്ലോ. ഇതൊരു ഫിലോസഫിക്കൽ ഉത്തരമാണ്. അപ്പോൾ ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടു. ചക്രവർത്തി പറഞ്ഞു, ശരിയാണ്, വഴികളൊന്നും യാത്ര ചെയ്യുന്നില്ല. ആഗ്രയിലേക്ക് പോകുന്നത് എങ്ങനെ എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. അവൻ കൃത്യമായി ഉത്തരം കൊടുത്തു. സമ്മാനമായിട്ട് മോതിരം ഊരി കൊടുത്തത്രേ. അത് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊട്ടാരത്തിലേക്ക് ആരും സ്വീകരിക്കും. അവൻ യുവാവായി. ആ മോതിരവും പേറി അവൻ കൊട്ടാരത്തിൽ ചെല്ലുന്നു. വലിയ അഴിമതി നടക്കുന്ന ഇടമാണ്. പാറാവ് സൂക്ഷിക്കുന്ന ആളുകൾ, പാറാവുകാരൻ, അയാൾ പറഞ്ഞു, അങ്ങനെ കയറാൻ വയ്യ. ഇനി നിൻ്റെ കയ്യിലുള്ള ഈ മോതിരം നീ കാണിച്ചതുകൊണ്ട് കയറിക്കൊള്ളുക. അപ്പം നിനക്ക് സത്യമായിട്ടും രാജാവ് സമ്മാനം എന്തെങ്കിലും തരും. കിട്ടുന്നതിൻ്റെ പാതി എനിക്ക് തരണം, ഉറപ്പാക്കണം. അവൻ പറഞ്ഞു, ഉറപ്പ്, കിട്ടുന്നതിൻ്റെ പാതി തരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇത്രയും ഉന്നതനായ, കുലീനനായി തോന്നപ്പെടുന്ന ഒരാൾ തൻ്റെ സദസ്സിന് അലങ്കാരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്ത് സമ്മാനം വേണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് 100 അടിയാണ്. അടി തരിക. രാജാവ് രഹസ്യമായിട്ട് ശിക്ഷ കൊടുക്കുന്നവനോട് പറഞ്ഞു, വളരെ പതുക്കെ അടിച്ചാൽ മതി. 50 അടി സ്വീകരിച്ചതിന് ശേഷം യുവാവ് പറഞ്ഞു, ഇനി നിർത്തുക. അത് 50 അടിയിലായുള്ളൂ. 50 അടി കൂടിയുണ്ട്. അത് പുറത്തൊരാൾ കാണും. അങ്ങയുടെ പാറാവുകാരൻ ചക്രവർത്തി, അയാൾ എന്നോട് പറഞ്ഞു, എന്ത് സമ്മാനം കിട്ടിയാലും പാതി അയാൾക്ക് കൊടുക്കണമെന്ന്. രാജാവിന് അന്നത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് കൃത്യമായി തന്നെ ശിക്ഷ നടത്തുവാനും സാധിച്ചു. പിന്നെ ഈ ബീർബൽ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായി, തോഴനായി, ഒരു നിഴല് പോലെ ജീവിതകാലം മുഴുവൻ കൂടെ നടന്നത്രേ. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ധാരാളം കഥകളുണ്ട്. സംഭവിച്ചതാണോ സംഭവിക്കാതിരുന്നതാണോ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ.
ഒരിക്കൽ ഇദ്ദേഹം കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് അക്ബർ ചക്രവർത്തിയോട് പറയുന്നു, ഈ ധർമ്മശാലയിൽ അല്പനേരം വിശ്രമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്പം ദേഷ്യം തോന്നി ചക്രവർത്തിക്ക്. ധർമ്മശാലയെന്നോ, ഇതെങ്ങനെ ധർമ്മശാല, സത്രം എന്നൊക്കെ വിളിക്കുന്നത്? ഉടൻ തന്നെ ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് ഇവിടെ എത്ര നാളായി ചക്രവർത്തിയായിട്ട്? ഇത്രയും വർഷമായി. അതിനു മുമ്പ് ആരായിരുന്നു? എൻ്റെ അച്ഛൻ ദീർഘായുസിയായിരുന്നു. അതിനു മുമ്പോ എൻ്റെ മുതുമുത്തച്ഛൻ. ഇനി അങ്ങേക്ക് ശേഷം ആരായിരിക്കും? എൻ്റെ മകൻ വരും. അപ്പോൾ ആദ്യം വന്നയാൾ കടന്നുപോയി അല്ലേ, രണ്ടാമത്തെ വന്നയാളും കടന്നുപോയി. ഇനി അങ്ങ് പ്രതാപശാലിയായി വാഴണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ കടന്നു പോകില്ലേ? കടന്നു പോകും. ഇനി അങ്ങയുടെ മകൻ വന്നാലും അവനും കടന്നു പോകും, പിന്നെ അവൻ്റെ മകനും കടന്നു പോകും. എല്ലാവരും കടന്നു പോകുന്നൊരിടത്തെ നമ്മൾ ധർമ്മശാല, സത്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ സ്വന്തമാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞുകൂടാ. അങ്ങയുടെ സ്വന്തമല്ല, ഒന്നും നമ്മുടേതല്ല, ഒന്നുമില്ലാത്തവരും ഒന്നും അല്ലാത്തവരും നാമാണ് എന്നൊരു ചിന്തയിലേക്ക് തുറക്കുക ചക്രവർത്തി എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തെ എൻലൈറ്റൻഡ് ആക്കി മാറ്റി എന്ന് പറയപ്പെടുന്നു. അക്ബറിന് എപ്പോഴും കഥ കേട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. കഥകളുടെ പിന്നാലെ കഥകൾ പറയാനായിട്ട് ബീർബലും കൂടെയുണ്ട്. പക്ഷെ കഥ എത്ര പറയും? കഥ പറയുന്നതിനിടയിൽ രാജാവിന് ഉറക്കം കിട്ടില്ല, മറ്റുള്ളവരൊക്കെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. എന്തു ചെയ്യും? ഇദ്ദേഹം കഥ പറയാൻ തുടങ്ങി. കുറേ എലികൾ ചേർന്ന് ഒരു മാളമുണ്ടാക്കി. എന്നിട്ട് മാളമുണ്ടാക്കിയതിലേക്ക് പ്രാവ് വന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കും, എന്നിട്ട് ഒന്നാമത്തെ പ്രാവ് വന്നു, അത് ധ്യാനം കൊത്തിക്കൊണ്ട് പോയി. എന്നിട്ട് രണ്ടാമത്തെ പ്രാവ് വന്നു, എന്നിട്ട് മൂന്നാമത്തെ പ്രാവ് വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥ തീരുന്നുമില്ല. അപ്പോൾ പറയുന്ന ആളും തളർന്നു, കേൾക്കുന്ന ആളും തളർന്നു. ഏഴാമത്തെ പ്രാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവ് ചോദിച്ചു, ഇനി എത്ര പ്രാവുകൾ കൂടി വരാനുണ്ട് ബീർബൽ? അദ്ദേഹം പറഞ്ഞു, 7 പ്രാവല്ലേ വന്നുള്ളൂ, 993 പ്രാവുകൾ വരെ എനിക്ക് വരാനുണ്ട് കഥയിൽ. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, മതി, ഇത്രയും മതി, ഇനി കൂടുതൽ പ്രാവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും ഉറങ്ങാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്രയും. ബീർബൽ ഒരിക്കൽ അക്ബറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, സത്യത്തിൽ നിന്നും നുണയിലേക്കുള്ള ദൂരം എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, 4 വിരൽ ദൂരം. 4 വിരൽ ദൂരമോ? അപ്പോൾ ബീർബൽ പറഞ്ഞു, അതെ, 4 വിരൽ ദൂരം. അങ്ങൊന്ന് അടയാളം വെച്ച് നോക്കുക, കണ്ണിൽ നിന്നും ചെവിയിലേക്കുള്ള ദൂരമാണത്. അതാണ് സത്യത്തിൽ നിന്നും നുണയിലേക്കുള്ള ദൂരം. അതെന്താണ് അങ്ങനെ? അദ്ദേഹം പറഞ്ഞു, കണ്ടതെല്ലാം വിശ്വസിക്കരുത്. കണ്ടതെല്ലാം വിശ്വസിക്കാം, അത് സത്യമാണ്. പക്ഷേ കേട്ടതെല്ലാം വിശ്വസിക്കരുത്. കാരണം കേട്ടതിന് പലപ്പോഴും വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അത് നുണയായി മാറാം. സത്യം അർത്ഥസത്യമായി മാറുമ്പോൾ അത് നുണ തന്നെയായി മാറാമല്ലോ. അപ്പോൾ കേട്ടതെല്ലാം വിശ്വസിക്കാതെ കണ്ടതെല്ലാം വിശ്വസിക്കുന്ന രീതി കൊണ്ടുവരിക. വനം ഒരു ധനം എന്ന ഒരു പാഠം ബീർബൽ ഇദ്ദേഹത്തിന് പഠിപ്പിച്ച് കൊടുക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ്. ബീർബലിന് പക്ഷിമൃഗാദികളുടെ ഭാഷ അറിയാമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നായാട്ടിൽ വലിയ ഭ്രമമുള്ള ആളാണ് അക്ബർ. ഇങ്ങനെ ഭ്രമിച്ച് നടക്കുന്ന അദ്ദേഹം ഒരിക്കലും ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി അങ്ങനെ സന്തോഷിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു മരച്ചില്ലയിൽ നിന്ന് 2 പക്ഷികൾ വല്ലാതെ കലഹിക്കുന്ന കണ്ടു. ബീർബലിനോട് ചോദിച്ചു, പക്ഷികളുടെ ഭാഷ അറിയാലോ, അവരെന്താ കലഹിക്കുന്നത്? സ്ത്രീധനത്തെ ചൊല്ലിയാണ് കലഹിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? പെൺകിളിയുടെ അപ്പൻ കരഞ്ഞപേക്ഷിച്ച് ആൺകിളിയുടെ അപ്പനോട് പറയുന്നു, സ്ത്രീധന തുക കൃത്യമായി തരാൻ പറ്റിയിട്ടില്ല, അത് തരാം. അപ്പോൾ എത്രയാണ് ആവശ്യപ്പെടുന്നത്? അതായത് ആവശ്യപ്പെടുന്നത് മൃഗങ്ങളില്ലാത്ത 20 കാടുകൾ വേണമെന്നാണ്. പക്ഷേ പെൺകിളിയുടെ അപ്പൻ പറയുന്നത് 10 കാടുകൾ തരാമെന്നാണ്. പക്ഷേ ആൺകിളിയുടെ അപ്പൻ സമ്മതിക്കുന്നില്ല. അയ്യോ, അതെന്താണത്? വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അനുരഞ്ജനത്തിലായതുപോലെ. അതെന്താണ് അവർ അനുരഞ്ജനത്തിനായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ താങ്കളെ കണ്ടു, മഹാനായ അക്ബർ ചക്രവർത്തിയെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പെൺകിളിയുടെ അപ്പം വന്നിട്ട് പറഞ്ഞു, ഒരു 5-6 വർഷത്തിനുള്ളിൽ മൃഗങ്ങളൊന്നുമില്ലാത്ത 20 കാടുകൾ തരാൻ പറ്റും. അത്രയും നേരം വെയിറ്റ് ചെയ്തത്. കാരണം മഹാനായ അക്ബർ ചക്രവർത്തിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും മൃഗങ്ങളെ കൊന്നെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മൃഗങ്ങളില്ലാത്ത കാടുകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ. 20 അല്ല 200 കാടുകൾ വരെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തരാൻ സാധിക്കും. അത്രേ കണ്ണു തുറപ്പിക്കുന്ന ഈ ദർശനത്തിന് മുമ്പിൽ നമിച്ച്
പുതിയ വ്യക്തിയാകാനായിട്ട് അക്ബർ ദ ഗ്രേറ്റ് തീരുമാനമെടുത്തത്രേ. പണത്തിൻ്റെ ഹുങ്ക് വന്നു ചേർന്നു അക്ബർ ദ ഗ്രേറ്റിന്. ഒരുപാട് പണം, ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായി അന്ന് ഭാരതം മാറിയിട്ടുണ്ട്. അപ്പോൾ ബീർബൽ വന്ന് പറഞ്ഞു, രാജാവേ നമുക്ക് സമ്പത്തുണ്ട്, പണമുണ്ട്, പക്ഷേ ഏത് നിമിഷവും ശത്രു സൈന്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശത്രു സൈന്യം വരുവാൻ സാധ്യത വളരെ കുറവല്ലേ, വരും. അപ്പോൾ എപ്പോഴും സന്നാഹം നടത്തി ഒരുങ്ങിയിരിക്കുന്ന യുവ ഭടന്മാർ നമുക്ക് വേണം. അത് സമയമാകുമ്പോൾ ചെയ്താൽ പോരെ. ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, പണമുണ്ടായത് കൊണ്ടായില്ല, എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ആളുകൾ വേണം. സന്നദ്ധരായ ആളുകളെ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. പണം വാരി എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വരില്ലേ. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ ചൊല്ല്. ഇദ്ദേഹം മൗനം അവലംബിച്ചു. ഒരു രാത്രിയിൽ ബീർബലും അക്ബർ ദ ഗ്രേറ്റും ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അല്പം അരി എടുത്ത് എറിഞ്ഞു ബീർബൽ. എന്നിട്ട് കാക്കയെ കൈകൊട്ടി വിളിക്കുന്ന പോലെ കൈകൊട്ടി. ഒരു കാക്കയും വന്നില്ല. അപ്പോൾ അക്ബർ ദ ഗ്രേറ്റ് ചോദിച്ചു, എന്തിനാണ് ഈ അരി എറിഞ്ഞത്? താങ്കളല്ലേ പറഞ്ഞത് അരി എറിഞ്ഞാൽ 1000 കാക്ക വരുമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ രാത്രിയിൽ അരി എറിഞ്ഞിട്ട് ഏത് കാക്ക വന്നു? ഒരു കാക്കയും വന്നില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ലേശഭരിതമായ കറുത്ത രാത്രികളിൽ നമ്മൾ ആരെങ്കിലും സഹായത്തിനായി എത്തുമെന്ന് കരുതി കൈകൊട്ടുമ്പോൾ ആരും എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ യുദ്ധസന്നാഹം നടത്തുക, സജ്ജരായിട്ട് മാറുക. അടുത്ത ഒരു പാഠം ഈ രാജാവിന്, അന്ധരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് ഒരു തീരുമാനം. അന്ധരായ എല്ലാ ആളുകളുടെയും ലിസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തതിന് ശേഷം അക്ബർ ദ ഗ്രേറ്റും മറ്റ് രാജ്ഞിയും ബീർബലും എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഈ രാജകൽപ്പന അറിഞ്ഞിട്ട് ബീർബൽ പറഞ്ഞു, കണ്ണുണ്ടായിട്ടും കാണാത്ത ധാരാളം ആളുകളുണ്ട്, അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ കണ്ണില്ലാത്തവരുടെ എണ്ണം എടുക്കാൻ പറ്റുകയില്ല. അടുത്ത ദിവസം യമുന നദീ തീരത്ത് ഒരു ചാർപ്പോയ് കയർ കട്ടിലുണ്ടാക്കിക്കൊണ്ട് ബീർബൽ ഇരിക്കുകയാണ്. അടുത്തൊരു സഹായിയുണ്ട്, തൊട്ടടുത്തൊരു യാചകനുണ്ട്. ധാരാളം ആളുകൾ അതിലൂടെ കടന്നുപോയി. അവരൊക്കെ ബീർബലിനോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഉത്തരം കൊടുക്കും. എന്നിട്ട് സഹായിയോട് പറയും, നിങ്ങൾ അവൻ്റെ പേരെഴുതുക, 1, 2, 3 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം രാജാവും വന്നു. രാജാവും ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 251ാമത്തെ അന്ധനാണിത്. താങ്കളടക്കം 251 പേരായി. ഏതാനും സമയം കൊണ്ട് തന്നെ ഒരുപാട് അന്ധന്മാരുണ്ട്. എങ്ങനെ എന്നെ അന്ധനാക്കി മാറ്റി? ഞാൻ ഈ നട്ടുച്ച നേരത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുകയാണെന്ന് താങ്കൾക്കറിയാം, മനസ്സിലാകും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുകയാണെന്നാണ് താങ്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അന്ധനല്ലേ? പിന്നെ തൊട്ടടുത്ത് വേറൊരാൾ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അയാൾ ഭിക്ഷാപാത്രം നീട്ടുമ്പോൾ ഒന്നും കൊടുക്കാതെ വെറുതെ ഇരിക്കുകയാണ്. താങ്കളൊന്നും കൊടുത്തില്ല, അത് അന്ധതയല്ലേ? അതുകൊണ്ട് എൻ്റെ ചക്രവർത്തി, അങ്ങ് എങ്ങനെയൊക്കെ കണക്കെടുത്താലും അന്ധന്മാരുടെ കണക്കെടുത്ത് തീരുകയില്ല. നമ്മൾ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും അന്ധന്മാർ തന്നെയാണ്. വീണ്ടും അദ്ദേഹത്തിന് ദർശന സൗഭാഗ്യമുണ്ടായത്രേ. പുതിയ ഒരു വെളിപാട് കിട്ടിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം മടങ്ങിപ്പോയി. ഭണ്ഡാരി എന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണ്. അഴിമതിക്കാരനായ ഇയാളുടെ അഴിമതി തൊണ്ടിയോടുകൂടി തന്നെ പിടിച്ചു. ഇയാളെ ശിക്ഷിക്കണമെന്ന് ബീർബൽ പറഞ്ഞു. പക്ഷെ മറ്റൊരു മന്ത്രി പറഞ്ഞു, ശിക്ഷിക്കേണ്ട, അയാൾക്ക് സ്ഥലം മാറ്റം കൊടുത്താൽ മതി. അയാൾ നിർബന്ധത്തിന് വഴങ്ങി അക്ബർ ചക്രവർത്തി അയാൾക്ക് സ്ഥലം മാറ്റം കൊടുത്തു എന്താണ്? തിരമാലകൾ എണ്ണുവാനുള്ള ജോലി. കടൽത്തീരത്ത് പോയിരുന്ന് തിരമാലകൾ എണ്ണിക്കൊണ്ടേയിരിക്കുക. അവിടെയും അഴിമതി കാണിക്കും എന്ന് ബീർബൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇയാൾ അഴിമതി കാട്ടുന്നത് കാഴ്ച കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബീർബൽ അക്ബറിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അലക്കാൻ വന്ന ആളുകളോട് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ കടലിൻ്റെ എണ്ണം എടുക്കാൻ, തിരമാലകളുടെ എണ്ണം എടുക്കാൻ എനിക്ക് മാത്രം യോഗ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അലക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം 1000 സ്വർണ്ണ നാണയങ്ങൾ തരണം. ബീർബൽ പറഞ്ഞു, അഴിമതിക്കാരൻ എവിടെ ചെന്നാലും അഴിമതിക്കാരൻ തന്നെയാണ്. അവന് സ്ഥലം മാറ്റം കൊടുക്കുകയല്ല വേണ്ടത്, അവന് പാറാവിലടക്കണം. ഈ ബീർബൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് കുറച്ചുകൂടി അഴിമതി രഹിതമായി മാറുമായിരുന്നു. മദ്യാസക്തി കൊണ്ട് അക്ബർ ഒരിക്കൽ സ്വയം മറന്നുപോയി. അദ്ദേഹത്തിന് മദ്യം കൊടുക്കുവാൻ വേണ്ടി ഒരു മദാമ എത്തി കൊട്ടാരത്തിൽ. അവരവിടെ താമസിക്കുകയാണ്. ആകർഷകമായ പെരുമാറ്റം, കുലീനമായ സംസാര രീതികൾ, പിന്നെ അടിക്കടി ഇദ്ദേഹത്തെ മദ്യം കൊടുത്ത് സേവിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യസേവയിലൂടെ അക്ബർ ദ ഗ്രേറ്റ് അല്ലാതായി മാറിക്കൊണ്ടേയിരിക്കുന്നു.
അങ്ങനെയുള്ള ഒരു സമയത്ത് ഇദ്ദേഹം അക്ബർ ദ ഗ്രേറ്റിൻ്റെ മുറിയിൽ കയറി ആരും അറിയാത്ത മട്ടിൽ ഒരു മദ്യക്കുപ്പി കൈവശമാക്കി. ഈ മദ്യക്കുപ്പി കൈവശമാക്കിയിട്ട് അദ്ദേഹം ജനാലിലൂടെ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുകയാണ്. അത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോയാണ്. ചക്രവർത്തി കണ്ടു. ഏയ് അക്ബർ, എന്താണ് നിൻ്റെ കയ്യിൽ? എന്താണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, മദ്യക്കുപ്പിയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, എന്താണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് എന്നെ കാണിച്ചു തരണം, എന്താണെന്ന് നീ വ്യക്തമായിട്ട് പറയുക. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് ഒരു തത്തയാണ്. തത്തയോ? വീണ്ടും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിലുള്ളത് ഒരു കുതിരയാണ്. പറഞ്ഞു, കുതിരയോ? വീണ്ടും പറയുന്നു, എൻ്റെ കയ്യിലുള്ളത് ഒരു കുരങ്ങനാണ്. പിന്നെ പറയുന്നു, എൻ്റെ കയ്യിലുള്ളത് ഒരു കഴുതയാണ്. രാജാവിനൊന്നും മനസ്സിലാകുന്നില്ല. രാജാവ് പറഞ്ഞു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് മദ്യക്കുപ്പിയാണ്. മദ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ഒന്നാം ഘട്ടത്തിൽ ഒരാൾ മദ്യം അകത്താക്കി കഴിയുമ്പോൾ വളരെ ശാന്തനായിട്ടിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ തത്തയെ പോലെ അനാവശ്യ കാര്യങ്ങളും ആവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ അവൻ കുതിരയെ പോലെ ആവും, ശക്തനാണെന്ന് ഭാവിക്കും. ശത്രുക്കളെയൊക്കെ നിരപ്പാക്കാൻ വേണ്ടി പാഞ്ഞെന്ന് വരും. ആളുകളെ തൊഴിച്ച് വീഴ്ത്താൻ വേണ്ടി കാലുയർത്തിയെന്ന് വരും, കൈ ഉയർത്തിയെന്ന് വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവും അവൻ കുതിരയൊന്നുമല്ലെന്ന്. അടുത്ത ഘട്ടത്തിൽ അവൻ കുരങ്ങനെ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ചാഞ്ചാടി ആളുകളെ മുഴുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഗോഷ്ഠി കാണിക്കും, മണ്ടത്തരങ്ങൾ കാണിക്കും, വിഡ്ഢിത്തരങ്ങൾ ഒരുപാട് കാട്ടി ആളുകളെ മുഴുവൻ അസ്വസ്ഥരാക്കും. അതിനടുത്ത തലത്തിൽ അവൻ കഴുതയെ പോലെയാണ്. അവൻ കരയാൻ തുടങ്ങും, പൊട്ടിക്കരയും, മറ്റുള്ളവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് കാൽക്കൽ വീഴും. അങ്ങനെ കരഞ്ഞും വീണ്ടും രംഗം വഷളാക്കും. അതുകൊണ്ടാണ് രാജാവെ പറഞ്ഞത്, മദ്യസേവയാൽ ഒരാൾ സ്വയം ഇല്ലാതായി പോകുന്നുണ്ടെന്ന്. കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ ചക്രവർത്തി പുതിയ തിരിച്ചറിവുള്ള ആളായി മാറിപ്പോകുകയും ചെയ്തു. ബീർബൽ കഥകളൊക്കെ, ഹൈന്ദവ പശ്ചാത്തലത്തിലെ കഥകളൊക്കെ അക്ബറിന് പറഞ്ഞു കൊടുക്കും. ഗജേന്ദ്ര മോക്ഷം കഥ വിവരിക്കുകയാണ്. ഗജേന്ദ്രൻ എന്ന ആനയെ രക്ഷിക്കുവാൻ വേണ്ടി വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നതും രക്ഷിച്ചതുമായ കാര്യം ഒരു നാടകത്തിൽ എന്ന മട്ടിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം അക്ബർ ദ ഗ്രേറ്റിന് ഒരു സംശയം. ഈ ദൈവം താനെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? അത്രയ്ക്ക് റിസ്ക് ദൈവം എടുക്കണ്ടോ? ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരെ ഹെൽപ്പേഴ്സിനെ? ഇദ്ദേഹം മൗനം അവലംബിച്ചു, ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഈ അക്ബർ ദ ഗ്രേറ്റിൻ്റെ മകൻ്റെ സാദൃശ്യത്തിൽ ഒരു ചെറിയ പാവക്കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് ഈ പാവക്കുട്ടിയെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് ഭടന്മാരുടെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പറഞ്ഞു, അങ്ങയുടെ മകൻ ദാ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അക്ബർ ദ ഗ്രേറ്റ് പാഞ്ഞു പിടിച്ചോടി വന്ന് ഒന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഈ എല്ലാ വസ്ത്രങ്ങളോടും കൂടി, എല്ലാ കമനീയമായ വേഷഭൂഷാദികളോടുകൂടി ചേരുകയാണ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അപ്പോഴാണ് മനസ്സിലായത് പാവക്കുട്ടിയാണെന്ന്. ബീർബലിന് എന്തോ പറയാനുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കി. അപ്പോൾ ചോദിച്ചു, എന്താണ്? ബീർബൽ പറഞ്ഞു, അങ്ങ് സ്വന്തം മകനായതുകൊണ്ടാണ് എടുത്ത് ചാടിയത്. അലിവും സ്നേഹവും കരുണയും ഉള്ളിടത്ത് നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യും, ഹെൽപ്പേഴ്സിൻ്റെ സഹായം തേടില്ല. ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നത് അലിവുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ട് ഹെൽപ്പേഴ്സിനെ അയക്കുന്നതിന് പകരം സ്വയം താണിറങ്ങി വരും. ക്രിസ്തുമത ചിന്തയിലും ഈ കഥയ്ക്ക് അർത്ഥമുണ്ട്. അത്രമേൽ സ്നേഹിക്കയാൽ ഒരാൾ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് തിരിപ്പിറവി സംഭവിക്കുന്നു. കരുണ കരകവിഞ്ഞൊഴുകി അലിവിൻ്റെ ഒരു സെലിബ്രേഷൻ ആരംഭിക്കുന്നു. നാമജപത്തിൻ്റെ മഹിമയെക്കുറിച്ച് ബീർബലിന് അക്ബർ ദ ഗ്രേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തോടൊപ്പം യാത്ര നടത്തുന്നു. ഒരു വനാന്തരത്തിലാണ്. തളർന്നു കഴിഞ്ഞപ്പോൾ അക്ബർ ദ ഗ്രേറ്റ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ കാട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്ക് ആഗ്രഹം, എൻ്റെ വിശപ്പിപ്പോൾ അതാണ്. ഇവിടെ ഇരുന്ന് രാമജപം ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഞാൻ, താങ്കൾ പോയി ഭക്ഷണം തിരഞ്ഞുകൾ. അപ്പോൾ അക്ബർ പറഞ്ഞു, നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് ഭക്ഷണം കിട്ടില്ലല്ലോ, നീ പോയി തിരഞ്ഞാലല്ലേ ഭക്ഷണം കിട്ടുകയുള്ളൂ. ഇല്ല, എനിക്കിപ്പോൾ വേണ്ടത് ദൈവനാമം ഉച്ചരിക്കുന്നതിന് സന്തോഷമാണ്. ആ വിശപ്പ് ദൈവം തന്നെ ഭക്ഷണമൊരുക്കി തീർത്തു തരും, എനിക്കത് മതി എന്ന് പറഞ്ഞു.
അക്ബർ ദ ഗ്രേറ്റ് എവിടെയൊക്കെയോ അലഞ്ഞ് അവസാനം ഭക്ഷണം കണ്ടെത്തി ഭക്ഷണം കഴിച്ചു. ഒരു അല്പഭാഗം ബീർബലിന് വേണ്ടി കരുതിയേക്കാമെന്ന് കരുതി കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ദൈവം ചോദിച്ചു, നോക്ക്, എൻ്റെ വിശപ്പ് കെട്ടു, നീ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നതുകൊണ്ട് ദൈവം നിനക്ക് ഭക്ഷണം തന്നില്ലല്ലോ, അപ്പോൾ നിൻ്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായി? അപ്പോൾ ബീർബൽ പറഞ്ഞു, ഇപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട്, പണ്ടത്തേതിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലായി, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കൈവിടിയുകയില്ല എന്ന്. ഞാനിവിടെ ശാന്തമായി ദൈവനാമം ഉച്ചരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങിലൂടെ ദൈവം എനിക്ക് ഭക്ഷണം എത്തിച്ചു തന്നു. ഇതിനേക്കാൾ കൂടുതലായി പരിപാലനയെക്കുറിച്ചുള്ളൊരു പ്രസംഗം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ദൈവം വേണ്ടിടത്ത് വേണ്ട പോലെ ഇടപെടുന്നുണ്ട്. ആ ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻസൻ എന്ന് പറയുന്ന മഹാനായ ഗായകൻ അക്ബറിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഗായകനാണ്. അദ്ദേഹം പാടുമ്പോൾ സ്വർഗം തുറന്ന് ഒഴുകി താഴേക്ക് ഒരു അരുവി വരുന്ന പോലെയുള്ള ഫീലാണ്. താൻസൻ എപ്പോഴും അക്ബറിനെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പാടാറുണ്ട്. അദ്ദേഹത്തെ വല്ലാതെ ഒരിക്കൽ അക്ബർ പ്രകീർത്തിച്ചപ്പോൾ താൻസൻ പറഞ്ഞില്ല, എന്നേക്കാൾ വലിയൊരു ഗായകനുണ്ട്, എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവും ഏതാണ് ദിവ്യ സംഗീതമെന്ന്. വേഷപ്രച്ഛന്നരായിട്ട് ഈ സുൽത്താൻ്റെ ഈ ഗുരുവിൻ്റെ പാട്ട് കേൾക്കാൻ ചക്രവർത്തിയും ബീർബലും താൻസനും ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അക്ബർ ദ ഗ്രേറ്റിന് മനസ്സിലായി, ഇത് ശരിക്കും സ്വർഗ സംഗീതമാണ്, ഇത് തന്നെയാണ് സ്വർഗം. അപ്പോൾ ഇത്രയും സുന്ദരമായിട്ട് അദ്ദേഹത്തിന് പാടാൻ കഴിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ബീർബൽ പറഞ്ഞു, താൻസൻ പാടുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്, അങ്ങേ കീർത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഗുരു പാടുന്നത് ദൈവത്തെ മാത്രം ഓർത്ത്, ദൈവത്തിൽ മാത്രം അലിഞ്ഞ്, ദൈവത്തിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ചാണ്. ആ പാട്ട് ദൈവികമായി മാറും. എന്നിട്ട് ബീർബൽ കൊടുത്ത സന്ദേശം ഇതാണ്, എപ്പോഴും ദൈവത്തിനു വേണ്ടി മാത്രം എന്തും ചെയ്യുക, ജീവിതം പാട്ടുപോലെ മാറും. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കഥകളിൽ നിന്നും കഥകളിലേക്ക്, പിന്നെ കാര്യത്തിൽ നിന്നും കാര്യങ്ങളിലേക്ക് യാത്ര നടത്താം. നല്ല യാത്രയ്ക്ക് ദൈവം സഹായിക്കട്ടെ.